ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ക്രിമിനൽ കേസിൽ ചാർജ് ഷീറ്റ്, ഫൈനൽ റിപ്പോർട്ട് എന്നാൽ കുറ്റപത്രം. കേസ് അന്വേഷണത്തിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിക്കുന്ന രേഖയാണിത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ് ഇപ്പോൾ നിലവിലുള്ള നിയമം. BNSSലെ 193 വകുപ്പ് അനുസരിച്ചാണ് കുറ്റപത്രം കോടതിയിൽ ഹാജരാക്കുന്നത്. പോലീസ് ഒരു കേസ് അന്വേഷിച്ച് പ്രതിക്ക് എതിരായുള്ള തെളിവുകൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി അത് കോടതിയിൽ ഹാജരാക്കുന്നു. അതാണ് കുറ്റപത്രം. അന്വേഷണം പൂർത്തിയാകുമ്പോൾ BNSS 193 വകുപ്പ് അനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്നു. വകുപ്പ് 193(1) പ്രകാരമുള്ള അന്വേഷണം അധികം കാലതാമസം കൂടാതെ പൂർത്തിയാക്കേണ്ടതുണ്ട്. വകുപ്പ് 193(2) പ്രകാരമുള്ള വകുപ്പുകൾ 64, 65, 66, 67, 68, 71 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം. 2012 വകുപ്പുകൾ 4, 6, 8 അല്ലെങ്കിൽ 10 എന്നിവ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം പോലീസ് ഓഫീസർക്ക് പരാതി ലഭിച്ച തീയതി മുതൽ 60 ദിവസത്തിനകം പൂർത്തിയാക്കണം. അന്വേഷണം പൂർത്തിയായാൽ സെക്ഷൻ 193(3)(1) പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കാർ പറഞ്ഞിരിക്കുന്നതായ ഫോമിൽ വിവരങ്ങൾ പൂരിപ്പിച്ച് റിപ്പോർട്ടാക്കി മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. ഈ റിപ്പോർട്ട് ഇലക്ട്രോണിക് മാധ്യമം വഴിയും സമർപ്പിക്കാവുന്നതാണ്. ഈ റിപ്പോർട്ടിൽ എന്തെല്ലാം വസ്തുതകളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായി കക്ഷികളുടെ പേരുകൾ, പ്രതിയുടെയും പരാതിക്കാരന്റെയും പേര്. പിന്നെ രണ്ടാമതായി എന്താണ് കുറ്റകൃത്യം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ. പിന്നീട് സംഭവ സ്ഥലത്ത് ആരെല്ലാം ഉണ്ടായിരുന്നു, അതായത് സാക്ഷികൾ ആരെല്ലാം, അവരെയും ഈ ലിസ്റ്റിൽ ചേർക്കുന്നു. അടുത്തതായി കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ, അതെന്തായിരുന്നു, പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതെന്നാണ്, ഇത്തരത്തിലുള്ള വിവരങ്ങൾ. പിന്നീട് പ്രതിയെ ബോണ്ടിൽ വിട്ടയച്ചിട്ടുണ്ടോ, ജാമ്യം കിട്ടിയിട്ടുണ്ടോ, ഈ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണം. കൂടാതെ വകുപ്പ് 190 പ്രകാരം പ്രതിയെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടോ എന്നും ചേർക്കേണ്ടതുണ്ട്. ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക്, അതായത് സ്ത്രീയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ടോ, അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസിന്റെ പുരോഗതിയെക്കുറിച്ച് ഇരയെയോ പരാതി നൽകിയ ആളെയോ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പോലീസ് ഓഫീസറുടെ റിപ്പോർട്ടിനോടൊപ്പം പ്രോസിക്യൂഷൻ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും ഈ രേഖയിൽ കൈമാറേണ്ടതുണ്ട്. വകുപ്പ് 193(9) പ്രകാരം ഈ രേഖകൾ കൈമാറിയതിനു ശേഷം തുടർന്ന് വീണ്ടും അന്വേഷണം ഉണ്ടാവുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ വീണ്ടും ഒരു അധിക റിപ്പോർട്ട് കൂടി ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി ചാർജ് ഷീറ്റിന്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കാണുക. കീപ് വാച്ചിങ് ആമീസ് വേൾഡ് 2025. താങ്ക് യു.